ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് നിറയെ പൂക്കളൊക്കെ കാണാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്ക് ചെറിയ വെയിലൊക്കെ ഉണ്ട്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ പുറത്തൊക്കെ ഇറങ്ങി വെയിലൊക്കെ കാഞ്ഞ് നടക്കുന്നൊരു സമയമാണ്. കാരണം വെയിലിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിലിനെ കുറിച്ച് സംസാരിച്ചത്. ഇപ്പോൾ നല്ല മനോഹരമായ പുഷ്പങ്ങളൊക്കെ കണ്ട് നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ. വെയിലിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രാധാന്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കാര്യമാണ്. ഞാൻ ഇതിന് മുൻപ് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താ പറയുക, സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയും അതുപോലെ കാൽസ്യമൊക്കെ സപ്ലിമെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കണം എന്ന് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സ് ചെയ്യാനുണ്ടായ കാരണം തന്നെ എൻ്റെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഷോർട്സ് ആയിട്ട് ഒരു ഇൻഫർമേഷനായിട്ട് അത് പറയാനുള്ള കാരണം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ പ്രൊഫഷണലി ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഞാൻ പേഷ്യൻസിനെ നോക്കുമ്പോഴായാലും ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ, ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്ത് എനിക്കുണ്ടായ ഡിപ്രഷൻ, ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ, നമുക്ക് ഡിപ്രഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മരിക്കണം, ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന സാഹചര്യങ്ങൾ, പിന്നെ ഈ ഡിപ്രഷൻ എന്തുകൊണ്ട് വന്നു, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ലോക്ക്ഡൗൺ സമയമായപ്പോൾ, അതായത് ലോക്ക്ഡൗണിൽ നമ്മൾ പുറത്തിറങ്ങുന്നില്ല. ഫസ്റ്റ് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ ഒട്ടും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. നമ്മളെപ്പോഴും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്ത് തന്നെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒട്ടും എന്താ പറയുക, സൺലൈറ്റ്, സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഏകദേശം നമുക്കൊരു ഫെബ്രുവരി പകുതിയോടെ, മാർച്ച് പകുതിയോടെ എന്തോ ആണെന്ന് തോന്നുന്നു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലോക്ക്ഡൗൺ ഓരോ മാസം നീട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു 4ാമത്തെ മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു പുല്ല് പറിക്കാൻ വേണ്ടി കുനിയുക, അല്ലെങ്കിൽ നമ്മളൊരു കോലെടുക്കാൻ വേണ്ടി കുനിയുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ പല സ്ഥലത്തും ഉളുക്കുക എന്ന് പറയും, അതായത് മസിൽ ക്രാംസ്. അപ്പോൾ നിങ്ങൾ പല പേരിൽ പറയും, അത് പേശി വലിവ്, അങ്ങനെ പലതരത്തിൽ പറയും. ഞങ്ങളൊക്കെ ലോക്കലായിട്ട് പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഉളുക്കുക എന്ന് പറയും. അതായത് ചിലർ പറയും മസിൽ പിടിച്ചു എന്ന് പറയും. അതായത് ഇങ്ങനെ എന്താ പറയുക, മസിൽ ക്രാംസ് എന്നാണ് ഇത് പറയുക. നമ്മുടെ മസിലുകൾ കൺട്രാക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് അത് റിലാക്സ് ആവണം. നമ്മളിപ്പോൾ നമ്മുടെ ഈ കയ്യിലെ ഒരു ആക്ഷൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ ചുരുങ്ങുമ്പോൾ നിവരും ചെയ്യുമ്പോൾ നമ്മുടെ ബൈസെപ്സ് നമുക്ക് കാണാൻ പറ്റും, ചുരുങ്ങുമ്പോൾ നിവരും ചെയ്യുന്നത് കാണാൻ പറ്റും, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു മസിൽ. അപ്പോൾ അതാണ് നമ്മൾ നോർമലി മസിൽ ഇങ്ങനെ കൺട്രാക്റ്റഡ് ആവും. അപ്പോഴാണ് നമ്മൾ മടക്കുമ്പോൾ അതാണ് സംഭവിക്കുക. കൈ നിവർത്തുമ്പോൾ എന്താ സംഭവിക്കുക, മസിൽ നോർമലി റിലാക്സ്ഡ് ആവും. അപ്പോൾ ഈ കൺട്രാക്ഷൻ നടന്നിട്ട് റിലാക്സേഷൻ ആവാതെ കൺട്രാക്റ്റഡ് പൊസിഷനിൽ തന്നെ ഇരിക്കും. അതായത് ഇങ്ങനെ കൂടിയിട്ട് ആ പൊസിഷനിൽ തന്നെ ഇരിക്കും. പെട്ടെന്ന് നമ്മൾ നീട്ടുമ്പോൾ ചിലപ്പോൾ നീണ്ടുമെന്ന് വരില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഒരു ഇത് വരും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പെയിനാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും, മസിൽ ക്രാംസ് ഉണ്ടായി എന്ന് പറയും. മലയാളത്തിലൊക്കെ ഓരോ സ്ഥലത്തും ഓരോ ഭാഷയിലായിരിക്കും പറയുക. മസിൽ ഉളുക്കി എന്നാണ് ഞങ്ങളൊക്കെ പറയുക. അപ്പോൾ എനിക്ക് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഉളുക്കാൻ തുടങ്ങി. പല സ്ഥലത്ത്, ചിലപ്പോൾ പുറത്ത് മസിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ലോവർ ബാക്കിലെ മസിലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തൈസിലെ മസിലായിരിക്കാം. ഇങ്ങനെ എനിക്ക് പല തരത്തിലും കഴുത്തിൻ്റെ അവിടെ ഉളുക്കിയ പോലെ തോന്നുന്നു. അങ്ങനെ പല തരത്തിലും വേദന ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ചൂട് പിടിക്കുന്നു, അല്ലെങ്കിൽ കുഴമ്പിട്ട് തിരുമുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഒരു റിലാക്സേഷൻ മെത്തേഡൊക്കെ കീപ്പ് ചെയ്യുന്നു, കുറച്ച് ദിവസം അനക്കാതെ വയ്ക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സുഖം കിട്ടുന്നു. പതുക്കെ അത് കുറഞ്ഞു പോകുന്നു. പക്ഷേ അടുത്ത സ്ഥലത്ത് വീണ്ടും വരുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, എന്തായിരിക്കും, കാൽസ്യം കുറവായിരിക്കും. ശരീരത്തിൽ കാൽസ്യം കുറവായാലാണ് നമുക്ക് ഇങ്ങനത്തെയുള്ള മസിൽ ക്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്തായാലും തീരുമാനിച്ചു, ലോക്ക്ഡൗൺ ആണ്, നമുക്ക് പുറത്ത് പോകാനുള്ള പരിമിതി ഉണ്ട്, എന്നാലും നമുക്ക് ഹോസ്പിറ്റൽ കേസിന് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ലോക്ക്ഡൗണിൻ്റെ ആ ഒരു തീവ്രതയൊക്കെ കുറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റൽ പർപ്പസിൽ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് നടന്നു പോകാവുന്ന ദൂരത്തിലുള്ള ഒരു എന്താ പറയുക, ലാബോറട്ടറിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇപ്പോൾ നമുക്ക് ഷുഗർ ഒക്കെ ഉള്ളവരൊക്കെ അവിടെ നടന്നു പോയിട്ടാണ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ, പ്രഷർ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ രാവിലെ നടന്നു പോയിട്ട് നോക്കിയിട്ട് വരുമല്ലോ. അങ്ങനെ ആ നടന്നു പോകാൻ ദൂരത്തുള്ളൊരു സ്ഥലത്ത് ഞാൻ പോയിട്ട് എൻ്റെ കാൽസ്യം അതുപോലെ വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്തപ്പോൾ രണ്ടും ലോ ആണ്. അതായത് കാൽസ്യം എനിക്ക് ഭയങ്കര കുറവാണ്, വൈറ്റമിൻ ഡി എനിക്ക് 10ലും താഴെയാണ്. അപ്പോൾ വളരെ ലോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അപ്പം എൻ്റെ പ്രൊഡിക്ഷൻ കറക്റ്റായിരുന്നു. ഈ മസിൽ ഉളുക്കാനുള്ള കാരണം കാൽസ്യം കുറവായിരുന്നു. കാൽസ്യം കുറയാനുള്ള കാരണം വൈറ്റമിൻ ഡി ഓൾറെഡി കുറവായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ എന്ത് ചെയ്യണം, കാൽസ്യവും വൈറ്റമിൻ ഡിയും നമ്മൾ സപ്ലിമെൻ്റ് ഒക്കെ കൊടുത്ത് ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്ത് മരുന്നൊക്കെ കഴിച്ച്
കറക്റ്റായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യുന്നത്. ലോക്ക്ഡൗൺ ആണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ പരിമിതിയുണ്ട്. കാരണം എങ്ങനെയെങ്കിലും കോവിഡ് പകർന്നു കഴിഞ്ഞാൽ അത് അടുത്ത ആളുകളിലേക്ക് സ്പ്രെഡ് ആവും. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആ ടെസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറിന് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തു. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് മെഡിസിൻ എന്തായാലും വേണം. കാരണം ഭയങ്കര ലോ ആയതുകൊണ്ട് എനിക്ക് ഫുഡിൽ കൺട്രോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കാൽസ്യം സപ്ലിമെൻ്റ് എടുത്തിട്ടോ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഇതാവാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ സഹായം തേടി. അപ്പോൾ എനിക്ക് 1 മാസത്തേക്കുള്ള മരുന്ന്, അതിൻ്റെ എന്താ പറയുക, മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ സെൻഡ് ചെയ്ത് തന്നു. അത് നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങി. അപ്പോൾ 1 മാസത്തേക്ക് സപ്ലിമെൻറ്റ് വീക്ക്ലി വൺസ് എനിക്കൊരു പൗഡർ പാലിട്ട് കഴിക്കാൻ, പിന്നെ 2-3 ടാബ്ലറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ സ്വയമായിട്ട് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ പരമാവധി എത്രത്തോളം നമുക്ക് ഡ്രസ്സ് മാറ്റാൻ പറ്റുമോ അത്രത്തോളം ഡ്രസ്സ് മാറ്റിയിട്ട് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ദേഹത്ത് കൊള്ളുന്നത് പോലെ ഞാൻ വെയിൽ കൊണ്ടു. 1 മാസം കറക്റ്റായിട്ട് 1 മാസം ഈ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം 1 മാസം കറക്റ്റായിട്ട് വെയിൽ കൊണ്ടു. നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് നമുക്കൊരു ക്രേവിങ്സ്, അതായത് ഒരു വെയിലിനോടൊരു കൊതി നമുക്കുണ്ടാവും. വെയിൽ കൊള്ളുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും. ഞാൻ പറയുന്നത് 12 മണിക്കോ അല്ലെങ്കിൽ 1 മണിക്കോ 2 മണിക്കോ ഉള്ള സൂര്യപ്രകാശം, അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ബ്രൈറ്റനായിട്ടുള്ള വെയിൽ, എന്താണെന്ന് പറയുക, നട്ടുച്ച വെയിൽ കൊള്ളണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ കൊള്ളേണ്ടത് രാവിലെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൊള്ളേണ്ടത് രാവിലെ ഒരു 11 മണി 9 മണി അല്ലെങ്കിൽ 10 മണി കൂടി പോയാൽ 11 മണി വരെയുള്ള ആ വെയിൽ നമുക്ക് കൊള്ളാം. അതിനുശേഷം നമുക്ക് ഭയങ്കര കഠിനമായ വെയിലായിരിക്കും. അത് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം സൺബേൺ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമാണ്, ഒരു 9 മണിയാകുമ്പോഴത്തേക്കും തീവ്രമായ വെയിൽ ആരംഭിക്കും. അപ്പോൾ ആ 9-ന് ശേഷമുള്ള വെയിൽ വേനൽക്കാലത്ത് കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ പലരും പല വീഡിയോസിലും പലതും പറയുന്നു, അപ്പോൾ എന്നാൽ വെയിൽ കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഫുള്ള് വെയിൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കരിഞ്ഞു പോകും, സൺബേൺ ഉണ്ടാവും, സൂര്യാഘാതം ഏറ്റിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ, മരണം വരെ സംഭവിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാനന്ന് ഒരു 9 മണിക്ക് മുൻപുള്ള വെയിൽ 1 മാസം ഞാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊള്ളുന്നത് പോലെ ടെറസിൽ പോയിട്ട് അങ്ങനെ വെയിൽ കൊണ്ടു. പിന്നെ നമ്മുടെ ഏത്തപ്പഴം, മഷ്റൂം, കൂണ്, പാല്, പിന്നെ മുട്ടയുടെ മഞ്ഞ, അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ്, ഫുഡ് ഏതൊക്കെതിലാണോ ഫുഡ്, കാൽസ്യം, വൈറ്റമിൻ ഡി, കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒത്തിരി ഫുഡുണ്ട്. വൈറ്റമിൻ ഡി നമുക്ക് കിട്ടാൻ പറ്റുന്നത്, അതുപോലെ ചെറിയ മീനുകൾ, അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ വൈറ്റമിൻ ഡിയും കാൽസ്യവും ഒക്കെ നല്ലോണം കയറി വന്നിട്ടുണ്ടായിരുന്നു, നോർമൽ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയോ കാൽസ്യമോ ഒക്കെ കുറവാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൽ അത് കുറയാനുള്ള ഒരു സാധ്യത ഇനിയുമുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ചിലർ വരുമ്പോൾ പറയും, വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽസ്യം കുറവാണെന്ന് പറഞ്ഞിരുന്നു, എനിക്കൊരു മാസത്തേക്ക് മരുന്ന് തന്നിരുന്നു, അത് കഴിച്ചു, അപ്പോൾ നോർമലായിട്ടുണ്ടാവും, പിന്നെ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം കുറവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഡോക്ടർ പറഞ്ഞ അളവിൽ മരുന്ന് കഴിക്കണം. അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ, കാരണം കുറച്ച് പൈസയാവും, കാൽസ്യം വൈറ്റമിൻ ഡിയും നമുക്ക് ലബോറട്ടറിയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ, ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി, അത് ചെയ്യണമെങ്കിൽ അല്പം പൈസയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അതിന് മെനക്കെടാറില്ല. പിന്നെ ഇത് ഇത്രയൊരു എമൗണ്ട് ആവുന്നതുകൊണ്ട് തന്നെ സാധാരണ പേഷ്യൻസിനെ അത് എഴുതി കൊടുത്ത് ചെയ്യിപ്പിക്കാൻ ഡോക്ടേഴ്സിനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ സാധാരണ ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ ക്രാമ്പായിട്ടോ, കാല് എന്താ പറയുക, മസിൽ പിടിക്കുക, മസിൽ ഉരുണ്ട് കയറുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർക്ക് പെട്ടെന്ന് എന്ത് എഴുതി തരാൻ പറ്റില്ല, കാൽസ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എഴുതി തരാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 1500 രൂപയുടെ മുകളിലൊക്കെ ആവുന്ന ടെസ്റ്റ് ആയതുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് അഫോർഡബിൾ ആയിരിക്കില്ല. കാരണം വലിയ ഹോസ്പിറ്റലൊന്നും പോകാതെ ലോക്കൽ ക്ലിനിക്കിൽ പോകുന്നത് അല്പം ആശ്വാസത്തിന് എന്തെങ്കിലും മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരത് എഴുതാനും മെനക്കെടാറില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ആ 1 മാസത്തിൽ എൻ്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഇപ്പോഴും എനിക്ക് വൈറ്റമിൻ ഡി കുറയാനുള്ള സാധ്യത ഞാൻ മുൻപിൽ കാണണം. അപ്പോൾ ഞാൻ അതനുസരിച്ച് എനിക്ക് സൺലൈറ്റ് കിട്ടുന്ന സാഹചര്യം ഇല്ല എങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എന്തായാലും എടുക്കണം. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ സൺലൈറ്റിൻ്റെ സാധ്യത സമ്മറിൽ മാത്രമാണുള്ളത്. ബാക്കിയുള്ള സമയത്തൊക്കെ പകൽ ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ സൺലൈറ്റ് നമുക്ക് ഡയറക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഡേ ടൈമിൽ നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ, നമ്മൾ എന്താ പറയുക, ജോലിക്ക് പോകുന്നതിന് ശേഷമായിരിക്കും ഇവിടെ വെയിൽ തെളിഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മൾ വരുന്നതിന് മുൻപേ ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സമ്മർ ഒഴികെ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും, ബാക്കിയുള്ള കാലഘട്ടത്തിലൊന്നും നമുക്ക് സൺലൈറ്റിൻ്റെ ലഭ്യത ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുത്തേ ഭയങ്കര അർജൻറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് ഒത്തിരി പേരോട് കൺവേ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണേ. ഞാൻ അതിനുവേണ്ടി പഠിച്ചൊരുങ്ങിയിട്ടൊന്നും വന്നല്ല ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ കടന്നുപോയ ആ ഒരു സാഹചര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു. ഉണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഈ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ, എൻ്റെ അടുത്ത് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി വരുന്ന ആളുകളെ ഞാൻ കാണുമ്പോൾ ഒട്ടുമിക്ക ആളുകളും, എനിക്ക് തോന്നുന്നു ഒരു 99% ആളുകളും വേദനയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും അവർ ഫിസിയോതെറാപ്പിക്ക് വരുമ്പോൾ അവരെൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരുടെയും കാലിൻ്റെ വണ്ണ, അതായത് മുട്ടിന് താഴെ ബാക്ക് വശത്ത്, കാലിൻ്റെ ബാക്ക് വശത്ത്, അതിന് പല പേര് പറയും, കാഫ് മസിൽ എന്നാണ് നമ്മൾ ആ മസിലിന് പറയുക. നമ്മുടെ നാട്ടിൽ പറയുക കാലിൻ്റെ വണ്ണ എന്ന് പറയും. അതായത് മുട്ടിൻ്റെ താഴെ
കാലിൻ്റെ ബാക്ക് സൈഡ് അവിടെ എല്ലാവർക്കും മസിൽ കയറുക, രാത്രി കിടക്കുമ്പോൾ മസിൽ കയറുക, അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ മസിൽ കയറുക, കാല് നീട്ടിയിരിക്കുമ്പോൾ പെട്ടെന്ന് മസിൽ കയറുക.